നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ചായയിൽ നിന്നാണ്. കുടിവെള്ളം കഴിഞ്ഞാൽ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയമാണ് ചായ. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത പാനീയമായി തീർന്ന ചായ ഉണ്ടായതെങ്ങനെയെന്നുള്ള ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമായാലോ. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് പുരാതന ചൈനയിലാണ് ചായയുടെ ആരംഭം. ചൈനീസ് ചക്രവർത്തിയായിരുന്ന ഷെൻ നൂങ് ആണ് ചായ എന്ന പാനീയം ആദ്യമായി ഉണ്ടാക്കിയതും രുചിച്ചതും. ഷെന്നൂങ് ഒരു വേനൽക്കാലത്ത് കാട്ടിൽ പോവുകയും അല്പം വെള്ളം തിളപ്പിക്കാനായി വെക്കുകയും ചെയ്തു. അപ്പോഴാണ് അല്പം ഉണങ്ങിയ ഇലകൾ വെള്ളത്തിൽ വീഴുകയും വെള്ളത്തിന്റെ നിറം തവിട്ടായി മാറുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. രണ്ടും കൽപ്പിച്ച് ആ വെള്ളം കുടിക്കുകയും തുടർന്ന് ചക്രവർത്തിക്ക് നല്ല ഉന്മേഷം തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ചായ എന്ന പാനീയത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നത്. ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗമായി ചായ എന്ന പാനീയം സമൂഹത്തിന്റെ എല്ലാ തുറകളിലേക്കും എത്തിപ്പെട്ടു. 8-ാം നൂറ്റാണ്ടിൽ ലൂയു എന്ന ബുദ്ധ സന്യാസി ചായയെക്കുറിച്ച് വിശദമായ പുസ്തകം തന്നെ പുറത്തിറക്കി. ടീ ക്ലാസിക് എന്നർത്ഥം വരുന്ന ചാച്ചിങ് എന്ന പേരിലായിരുന്നു പുസ്തകം അറിയപ്പെട്ടത്. ബുദ്ധമതം പഠിക്കാനായി ചൈനയിലെത്തിയ ജപ്പാനീസ് ഭിക്ഷുക്കൾ ചായ എന്ന പാനീയം ജപ്പാനിലും അവതരിപ്പിച്ചു. തുടർന്ന് ചായ ജാപ്പനീസ് ജനതകളുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായി. 661 AD മുതൽ കൊറിയൻ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നു ചായ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ബുദ്ധഭിക്ഷുക്കൾക്കും ക്ഷേത്രങ്ങളിലും ചായ സമർപ്പിച്ചിരുന്നു. മതപ്രചരണത്തിനുമായി എത്തിയപ്പോഴായിരുന്നു യൂറോപ്യന്മാർ ആദ്യമായി ചായ രുചിക്കുന്നത്. തേയില ഒരു വ്യാപാരമായി തുടങ്ങിയത് ഡച്ചുകാരായിരുന്നു. 1606 ഡച്ചുകാർ യൂറോപ്പിലേക്ക് ചായ കയറ്റുമതി ആരംഭിച്ചു. ചായപ്രിയയായിരുന്ന പോർച്ചുഗീസ് രാജകുമാരി കാതറിനെ ചാൾസ് രണ്ടാമൻ വിവാഹം കഴിക്കുന്നതോടെയാണ് ചായ പോർച്ചുഗീസുകാർക്ക് പരിചിതമാകുന്നത്. പിന്നീട് ചായ ബ്രിട്ടീഷുകാരുടെ ഇഷ്ടപാനീയമായി മാറി. തേയിലയെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇന്ന് തേയില ഉൽപാദനത്തിൽ ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് നമ്മുടെ രാജ്യം. 1839 ആസാമിലാണ് ആദ്യമായി ബ്രിട്ടീഷുകാർ ചായ കൃഷി ആരംഭിച്ചത്. 1888 ആയപ്പോഴേക്കും ചായ കയറ്റുമതിയിൽ ചൈനയെ കടത്തിവെട്ടാൻ ഇന്ത്യ ആരംഭിച്ചു. ചായയുടെ ഉൽപ്പത്തി ചൈനയിലായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാർ ചായയെ ഇന്ത്യയിൽ അവതരിപ്പിച്ചതോടെ ലോകത്ത് ഏറ്റവും അധികം ചായ ഉപയോഗിക്കുന്ന രാജ്യമായി തീർന്നു ഇന്ത്യ. തേയില കയറ്റുമതിയിൽ മാത്രമല്ല ചായ ഉപയോഗത്തിലും ഇന്ന് ഇന്ത്യ തന്നെയാണ് മുന്നിൽ.